ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് AMH ടെസ്റ്റിനെ പറ്റി നോക്കാം. AMH എന്നുള്ളത് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്നുള്ളതാണ്. അത് ഈ എഗ്ഗ് വളരുമ്പോൾ ചെറിയ ചെറിയ എഗ്ഗിൽ നിന്ന് ഉണ്ടാകുന്നുള്ള ഹോർമോണാണ്. അപ്പോൾ ഇത് മെഷർ ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയ എഗ്ഗുകൾ അല്ലെങ്കിൽ ഫോളിക്കിൾസ് ഓവറിയിലുണ്ടോ, അതിൻ്റെ റിസർവ് ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമലായിട്ട് AMH ലെവലുള്ള ആൾക്കാർക്ക് നോർമലി സ്മോൾ ഫോളിക്കിൾസ് ഉണ്ടാകും. ആ ഫോളിക്കിൾസ് വലുതായിട്ട് ഒരു ഫോളിക്കിള് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് എഗ്ഗ് റിലീസായി അങ്ങനെ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ശരിയായ രീതിയിലുണ്ട്. ഈ ആൻഡ്രൽ ഫോളിക്കിളിൻ്റെ നമ്പർ കുറവാണെങ്കിൽ AMHൻ്റെ ലെവലും കുറവായിരിക്കും. അപ്പോൾ ഫോളിക്കിൾസ് നോർമലായിട്ട് വളർന്ന് എഗ് റിലീസ് ആകാനുള്ള ആ കപ്പാസിറ്റി കുറച്ച് കുറയുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ AMH ലെവൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മളുടെ ഓവറിയൻ റിസർവ് കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ, പ്രഗ്നൻസി ആകാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉടനെ എടുക്കേണ്ടതാണ്. പിന്നെ PCOD എന്നുള്ള കണ്ടീഷനിൽ AMH കൂടുതലായിരിക്കും. അത് ചെറിയ ചെറിയ ആൻഡ്രൽ ഫോളിക്കിളിൻ്റെ നമ്പർ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് PCODക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ ആ ലെവല് നോർമലാക്കാൻ പറ്റും. അപ്പോൾ അവർക്കും അങ്ങനെ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ AMH കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. അത് പീരിയഡിൻ്റെ ഏത് ടൈമിൽ വേണമെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ലെവലിൽ വ്യത്യാസങ്ങൾ വരാറില്ല. അപ്പോൾ ഈ AMH ലെവൽ ലോ ആണെന്ന് വെച്ചിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല. ഉടനെ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണ് വേണ്ടത്.